ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം വിചാരിച്ചത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും അതങ്ങ് ചെയ്യുമെന്നായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചെറിയൊരു മടിയുണ്ടെന്ന്. സോ ആദ്യമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ബാക്ക് ടു ബാംഗ്ലൂർ പോവാണ്. ഞാൻ ഇത്രയും ദിവസം വീട്ടിലായിട്ട് എനിക്കൊന്നൊരു 10-15 ദിവസമായിട്ട് 10-20 ദിവസമായിട്ട് വീട്ടിലായിരുന്നു. സോ ഞാൻ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. ശരിക്കും ഞാൻ ഇന്നലെ പോകേണ്ടതായിരുന്നു. ഇന്ന് സൺഡേ പോയിട്ട് ഞാൻ മൺഡേ മോർണിംഗ് എത്തും. എൻ്റെ ട്രെയിൻ വന്നിട്ട് ഒരു 6:15 ട്രെയിനാണ്. സോ യെസ്, ഇനി ഞാൻ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ സ്കിപ്പ് ചെയ്യാതെ കാരണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനും അച്ഛനും അമ്മയും എല്ലാം കൂടി ഇന്നലെ ഒന്ന് പോയി ഫുഡ് കഴിച്ചായിരുന്നു, പുറത്ത് പോയി. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് നേരെ ബാക്ക് പാക്കിങ്ങും ബാംഗ്ലൂർക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. 3 പേരും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും അടൂർ കായംകുളം റൂട്ടിൽ പോകുന്നവരാണെങ്കിൽ നൂർനാട് സ്വാതി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് ത്രിവേണി റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡും അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. സോ ആരെങ്കിലും പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അവിടെ എത്തിയപ്പം എൻ്റെ ബ്രദറിനെയും എൻ്റെ സിസ്റ്ററിനെയൊക്കെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഓർഡർ ചെയ്ത എല്ലാ ഫുഡും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും അമ്മയും കൂടെ നമ്മുടെ വീട്ടിൽ കുറച്ച് കിളിയും മീനും ഒക്കെ ഉണ്ട്. അവർക്ക് ഫുഡ് വാങ്ങിക്കാനാണ് പോയത്. ഈ ഷോപ്പിൽ അമ്മയ്ക്ക് എപ്പോൾ എത്തിയാലും ഒരു മീനെയും കൂടെ വാങ്ങിച്ച് തരുമോ, എനിക്കത് വാങ്ങിച്ച് തരുമോ, ഇത് വാങ്ങിച്ച് തരുമോ എന്നൊക്കെ എപ്പോഴും പറയും. സോ അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു മീനും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുകയാണ്. ഇതെല്ലാം ഇനി ഒന്ന് പാക്ക് ചെയ്യണം. എനിക്ക് ഈ മിൽമയുടെ പേട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ മിൽമയുടെ പേട കഴിക്കാറുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാം. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇന്ന് വൈകിട്ട് പോകേണ്ട ഞാനാണ്. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടേ വരും, അറിയില്ല. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല വെയിലൊക്കെയാണ്. സോ പാക്ക് ചെയ്യും. ഓൾമോസ്റ്റ് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഒന്ന് റെഡി ആവണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ ഇപ്പം പുറത്ത്. ഞാൻ എപ്പോഴും ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ ബെഡെല്ലാം ക്ലീനാക്കി ഇട്ട്, ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം ഒന്ന് തൂത്തുവാരി റൂമെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. എനിക്ക് നെക്സ്റ്റ് ടൈം വരുമ്പം അധികം ജോലിയൊന്നും കാണില്ല. വന്നൊന്ന് തൂത്തുവാരിയിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിട്ടേ ഞാൻ എപ്പോഴും പോകാറുള്ളൂ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും. എപ്പോഴും ഞാൻ രാവിലെ ആയിരിക്കും ബാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ട് എത്തുന്ന മീൻസ് ഞാൻ എപ്പോഴും ഒരു 7:30-8 മണി ആ ഒരു ടൈമിലാകുമ്പം വീട്ടിലെത്തും. സോ ആ സമയത്ത് എനിക്ക് വന്ന് കിടന്ന് നല്ലപോലെ ഉറങ്ങണം. കാരണം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ട്. ആ സമയത്ത് ഞാൻ എപ്പോഴും മൈൻഡ് ഇങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. സമയമായോ, ഇറങ്ങാറായോ. അപ്പോൾ നല്ലപോലെ ഉറക്കം ട്രെയിനിൽ കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നായിരിക്കും നല്ല ഉറക്കം ഉറങ്ങുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വന്നിട്ട് അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് ഫാൻ വിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി എല്ലാം ഇപ്പോഴേ സെറ്റാക്കിയിട്ടിട്ടാണ് പോകുന്നത്. യെസ്, ഇനി നമുക്ക് പോകുമ്പോൾ കാണാം. ഞാൻ അങ്ങനെ ഒരു 5 മണി ആയപ്പോഴത്തേനും റെഡിയായി. എന്നെ കൊണ്ടുവിടുന്നത് അമ്മയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റേഷൻ വരെ ഒരു 17 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അന്നത്തെ ദിവസം മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ട്രാഫിക്കും കുറവായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ എത്താൻ പറ്റി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അമ്മയ്ക്ക് ചെറുതായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം കയറിയതാണ് കേട്ടോ. ഞാനങ്ങനെ ട്രെയിനിലിരുന്ന് കഴിക്കാൻ കാര്യമായിട്ട് ഫുഡൊന്നും ഇപ്പം കൊണ്ടുപോകാറില്ല. കാരണം തന്നെ പോകുന്നതുകൊണ്ട് എനിക്ക് ചെറിയ മടിയാണ് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ. എന്തെങ്കിലും സ്നാക്സ് പോലെ ബിസ്ക്കറ്റോ ഒക്കെ എന്തെങ്കിലും വാങ്ങിച്ചാലേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ചോറും കാര്യങ്ങളൊന്നും ഞാനിപ്പം ട്രെയിനിൽ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് ആ ഷോപ്പിൽ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ
സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങിച്ച സ്നാക്സിൽ പകുതി ഞാനും അമ്മയും കൂടെ കഴിച്ചു. കാരണം ട്രെയിൻ വരാൻ അത്യാവശ്യം ലേറ്റായി. ഞങ്ങൾ ഒരുപാട് നേരത്തെ എത്തുകയും ചെയ്തു. പൊതുവേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒട്ടും വിചാരിക്കാതെ എൻ്റെ ഫ്രണ്ട് ചട്ടിയെ കണ്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചട്ടി ആരാന്നറിയില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ വ്ലോഗ് പോയി കണ്ടാൽ മതി. അതിൽ ഞാൻ ചട്ടിയെപ്പറ്റി പറയുന്നുണ്ട്. ഇവൻ്റെ ഒറിജിനൽ പേര് നിതിൻ എന്നാട്ടോ. ഞങ്ങൾ പണ്ട് തൊട്ടേ വിളിച്ചുകൊണ്ട് എനിക്ക് ആ പേരേ വരത്തുള്ളൂ. ഇവൻ വാരണാസിയിൽ പോവുകയാണ്. സോ അവനെ മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. 6:15 ട്രെയിൻ 6:45 ഗൈസ് വന്നത്. അങ്ങനെ അമ്മയോട് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറി ബാംഗ്ലൂരേക്ക് പോവുകയാണ്. ട്രെയിനിൽ കയറിയിട്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാനില്ലായിരുന്നു. എൻ്റെ സീറ്റ് വന്നിട്ട് അപ്പർ ബർത്ത് ആയതുകൊണ്ട് ഞാൻ അപ്പർ ബർത്ത് കയറിയിരുന്നു. പിന്നെ വാങ്ങിച്ച സ്നാക്സ് കുറച്ച് കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നേരെ കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് ഓൾമോസ്റ്റ് 7:30 ആയപ്പം എൻ്റെ സ്റ്റേഷൻ എത്തേണ്ടതാണ്. ഞാൻ നേരത്തെ തന്നെ എണീറ്റായിരുന്നു. പക്ഷേ ട്രെയിൻ എത്താൻ ഒരു 8:30 എന്തോ ആയി. അങ്ങനെ സ്റ്റേഷൻ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. പിന്നെ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ചട്ടിയൊക്കെ കണ്ടു. അവൻ്റെ ഫ്രണ്ടിനെയും കണ്ടു. അവർ സെയിം ട്രെയിനിലുണ്ടായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ വരെ ലോക്കലിലാണ് വന്നത്. അവനെ കണ്ട് ബൈ ഒക്കെ പറഞ്ഞ് അവർ വാരണാസിക്ക് പോവല്ലേ. സോ അവർക്കൊരു ഹാപ്പി ജേണിയൊക്കെ കൊടുത്തിട്ട് ഞാൻ PGയിലേക്ക് പോവുകയാണ്. സാധാരണ പോലെ ബാംഗ്ലൂരിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇന്ന് മോർണിംഗും. ഞാൻ PGയിലെത്തിയിട്ട് നേരെ ഓഫീസിലോട്ടൊക്കെ പോകും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം ട്രാഫിക് ഉള്ളതുകൊണ്ട് PG എത്താൻ തന്നെ നല്ല ലേറ്റായി. ഇനി ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളെൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.